വിശ്വാസികൾക്ക് മുന്നറിയിപ്പുമായി സഭാ നേതൃത്വം. വിലക്ക് ഏർപ്പെടുത്തിയിട്ടും പള്ളി വിട്ടിറങ്ങാതെ വിമത വൈദികർ വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. വിലക്ക് ലഭിച്ച വൈദികർ കാർമ്മികത്വം വഹിക്കുന്ന കൂദാശകൾ അസാധുവെന്ന് അതിരൂപത. ക്യാനൻ നിയമപ്രകാരം വിലക്ക് ഏർപ്പെടുത്തിയിട്ടും പള്ളി വിട്ടിറങ്ങാത്ത വൈദികർ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. വിമതരുടെ തട്ടിപ്പിൽ വീഴാതിരിക്കാൻ വിശ്വാസികൾക്ക് മുന്നറിയിപ്പുമായി എറണാകുളം അങ്കമാലി അതിരൂപത രംഗത്തെത്തി. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ, തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന പള്ളി മുൻ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, പാലാരിവട്ടം മാർട്ടിൻ ഡി പോറസ് പള്ളി മുൻ വികാരി ഫാദർ തോമസ് വാളുകാരൻ, മാതാനഗർ വേളാങ്കണ്ണി മാതാ പള്ളി മുൻ വികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നീ വൈദികർക്ക് എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ വൈദികനെടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും ഡിസംബർ 22-ന് ക്യാനൻ നിയമപ്രകാരം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടും അനധികൃതമായി പള്ളികളിൽ തുടരുന്ന ഈ വൈദികർ വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ്. ഇതോടെ രൂപതയുടെ നിലപാട് വ്യക്തമാക്കി എറണാകുളം അങ്കമാലി അതിരൂപത PRO ഫാദർ ജോഷി പുതുവ വിശ്വാസികൾക്കായി നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിലക്കപ്പെട്ട വൈദികർ പരികർമ്മം ചെയ്യുന്ന കൂദാശകൾക്കോ കൂദാശാനുകരണങ്ങൾക്കോ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിനായി മറ്റ് ഇടവകകളിലേക്ക് നൽകുന്ന കുറികൾ, കത്തുകൾ എന്നിവയ്ക്കോ യാതൊരുവിധ നിയമ സാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. വിലക്ക് ലംഘിച്ച് ഇവരുടെ കാർമ്മികത്വത്തിൽ നടത്തുന്ന വിവാഹം ഉൾപ്പെടെയുള്ള കൂദാശകൾ അസാധുവായിരിക്കും. വിലക്കുകൾ ലംഘിച്ച് പ്രസ്തുത വൈദികർ പ്രവർത്തിക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ ഇടവകകളിലെ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിശദീകരണം ഇറക്കേണ്ടി വന്നതെന്നും ഫാദർ ജോഷി പുതുവ തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. ഏകീകൃത കുർബാന നടപ്പാക്കുന്നത് സംബന്ധിച്ച അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവുകൾ ലംഘിച്ചതിനാലാണ് വൈദികർക്കെതിരെ നടപടിയെടുത്തത്. തൃക്കാക്കര വിജോ ഭവൻ, പൊതി സാന്തോം ഭവൻ, കലൂർ റിന്യൂവൽ സെന്റർ എന്നിവിടങ്ങളിലേക്ക് മാറി താമസിക്കാനാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനു വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ കൂടുതൽ കർശന നടപടികളിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്നാൽ വിമതർ വീണ്ടും തങ്ങളുടെ മുൻ നിലപാടുകൾ തുടരുകയും ക്യാനൻ നിയമത്തെ വെല്ലുവിളിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി വിട്ടിറങ്ങാൻ ഫാദർ വർഗീസ് മണവാളൻ തയ്യാറല്ല. ഇതോടെ ഫാദർ വർഗീസ് മണവാളനെതിരെ ഇതുവരെ എടുത്തിട്ടുള്ള നടപടികൾ എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് കൈമാറിയിട്ടുള്ളതായി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കിയിരുന്നു. വിശ്വാസികളുടെ പിന്തുണ നഷ്ടപ്പെട്ടിട്ടും ഏതാനും വിമത വൈദികർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിന് പിന്നിൽ സഭയ്ക്ക് പുറത്തുനിന്നുള്ള ചില ബാഹ്യശക്തികളുടെ സഹായമുണ്ടെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്.